ആകാശവാണി തൃശൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം ജനാല. രചന സോക്രട്ടീസ് കെ വാലത്ത്. സംവിധാനം KR ചാർലി. പങ്കെടുക്കുന്നവർ MD രാജേന്ദ്രൻ, ശ്രീമൂലനഗരം പൊന്നൻ, സിന്ധു T ഗംഗാധരൻ, ബെൻഹർ വാലത്ത്, GK ഗീത, C രമാദേവി, K ദിവ്യ, കൃപ, ഉത്തര, ഹരീഷ് ബാൽ, VK രമേഷ്. ജനാല. മലരെ മലരെ തോപ്പെ ലൊന്നരവട്ടി തെനവേദച്ചേ തെനയ്ക്കൊപ്പം പൂങ്കായും കതിരൊപ്പം നിറഞ്ഞപ്പ അതിലൊരു കിളി വന്ന് ചതുരംഗത്തേ. ഈ നാടകത്തിന്റെ ആശയത്തിനോ കഥാപാത്രങ്ങൾക്കോ ആരുടെയെങ്കിലും ജീവിതവുമായിട്ടോ ആരെങ്കിലുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. അങ്ങനെ എന്തെങ്കിലും തോന്നിയാൽ അത് യാദൃശ്ചികവും ചിലപ്പോൾ ആപേക്ഷികവുമായിരിക്കും. ഓ, ഈ ജനാലയ്ക്ക് എന്തൊരു പിടുത്തം! ആന തള്ളിയാലും തുറക്കില്ല. ലേശം ചിന്തേര് തള്ളിക്കളയാനേ ഉള്ളൂ. അതിനൊരുത്തനെ വിളിച്ചാ കിട്ടില്ലല്ലോ. പാടുപെട്ട് തുറന്നിട്ട് എന്തിനാ? ആ ജയപ്പന്റെ വീട്ടിൽ വെള്ളം കയറുന്നുണ്ടോന്ന് നോക്കാനല്ലേ? ഒരാളും മര്യാദക്ക് ജീവിക്കുന്നത് അങ്കമ്പിള്ളിക്ക് തീരെ പിടിക്കില്ല അല്ലേ? ഓ, എന്തൊരു പ്രകൃത ഇത്! എടോ കല്യാണി ടീച്ചറെ, ഈ ജയപ്പൻ എന്ന് പറയുന്ന ആ അവനുണ്ടല്ലോ, അഹങ്കാരി, അവന്റെ കുപ്പമാടം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത് എനിക്ക് കാണണം. 2ാം നിലയെന്നാവുമ്പോ നല്ല ക്ലിയർ ആയിട്ട് കാണല്ലോ വെച്ചിട്ടാ ഈ പാടുപെടുന്നേ. ഓ, അത് തുറക്കണ്ട. നല്ല മഴയാ. ഒരു കണക്കിന് ആ ടെറസിലെ തുണിയൊക്കെ എടുത്തോണ്ട് പോന്നത്. തണുത്തിട്ട് വയ്യ മനുഷ്യന്. താഴേക്ക് പോയിക്കൂടെ? പോയാല് തുണികളൊക്കെ ആരാ ഇവിടെ വിരിച്ചിടുക? അതിപ്പോ വിരിച്ചാലും അല്പം കഴിഞ്ഞ് വിരിച്ചാലും ഉണങ്ങുന്നതൊക്കെ കണക്ക് തന്നെ. പോയിട്ടൊരു കട്ടൻ ചായ ഇടും, 2 ഏലത്തിരിയും ഇട്ടാ നന്ന്. പിന്നെ ഈ പ്രതിസന്ധിക്കല്ലേ എനിക്ക് വിളക്ക് വെക്കണം. എങ്കിൽ ഈ ജനാലയൊന്ന് തുറക്കാൻ സഹായിക്ക്. ആരാ ഇതിങ്ങനെ വലിച്ചടച്ചു വെച്ചത്? ആ പണിക്കാരി പെണ്ണായിരിക്കും. ഓ, അതിപ്പോ തുറക്കാതിരിക്കുന്നതാ നല്ലത്. മഴച്ചാറ്റിൽ പിടിച്ച് പനിച്ചെങ്ങാനും കിടന്നാലേ പിള്ളേരാരും നാട്ടിലില്ല വന്ന് അന്വേഷിക്കാൻ. എനിക്കാണെ മുമ്പത്തെ പോലെ ഒന്നും ചെയ്യാൻ വയ്യ. ഓ, മുമ്പ് എന്തൊരു ചെയ്തായിരുന്നു. എന്താ? ഒന്നുമില്ല, മുമ്പ് നീ ചെയ്ത സേവനങ്ങള് മൊത്തമായിട്ടൊന്ന് ഓർത്തുപോയി. ഇടയ്ക്കെങ്കിലും ഓർക്കുന്നത് നല്ലതാ. ആഹാ, മഴയങ്ങ് കൊട്ടിക്കേറുകയാണല്ലോ. നന്നായി, ഈ മഴയ്ക്ക് അവന്റെ മാടം മുങ്ങിയത് തന്നെ. ഇതെന്താ കാണണേ? കല്യാണി, കല്യാണി, ഒന്നിങ്ങ് വന്നേ. എടീ കല്യാണി! ദീപം ദീപം. കല്യാണി, കല്യാണി, വിളിച്ചാ വിളി. ഓ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. നീ ആ വിളക്ക് വെച്ചിട്ടേ വേഗം ഒന്ന് മുകളിലേക്ക് വന്നേ. ഈ ദീപം വെക്കുന്ന നേരത്താ? എടി, അവന്റെ വീട്ടിൽ എന്തോ പ്രശ്നമുണ്ട്. ആ ജയപ്പന്റെ ഭാര്യയുണ്ടല്ലോ, ബിന്ദു, അവള് പെരുമഴയത്ത് മുട്ടോളം വെള്ളത്തിൽ നിന്ന് അയ്യോ പൊത്തോ. ജയപ്പൻ കൊച്ചിനെയും തോളിലിട്ട് വെള്ളത്തിൽ കൂടെ ചാടി ചാടി നീന്തി പോകുന്നു. ഹനുമാൻ നെങ്ക ചാടുന്ന പോലുണ്ട്. അവന്റെ അമ്മ കാളിക്കുട്ടിയുണ്ടല്ലോ, ആ ശ്വാസം മുട്ടുകാരി, ഒരേടെ കഴുക്കോലെ പിടിച്ച് വായു വലിച്ചു നിൽക്കുന്നു. ഒരിടം മൊത്തം വെള്ളം കയറി തടാകം പോലെ. വാ, വേഗം വന്നാ കാണാം. ദേവി, ആ കുഞ്ഞിനെ വല്ല വിഷവും തീണ്ടിയോ എന്തോ. സന്തോഷമായല്ലോ, കരുനാക്ക് ഫലിച്ചു. പോരെ, ഇനി അതങ്ങനെ ആഘോഷിച്ചോളി. അതിന് തക്ക ആളുകളുണ്ടല്ലോ അയൽവാസികളായിട്ട്, അവരെല്ലാം വിളിക്കേ. അതിന് തന്നെ പോകുന്നത് പോത്ത്.
വരാന്തേന്ന് ഇങ്ങോട്ട് കേറാൻ പറയൂ. തരം കിട്ടിയ മഴയത്ത് ചാടാൻ നിക്കുക. പനിയാണ്, ഓടി പനി നടക്കേ. ഞാൻ ഈ ഫോണെന്ന് എടുക്കട്ടെ. ഓ വരട്ടെ വരട്ടെ. ഇങ്ങനെ അടിച്ചു കൂട്ടിയ ഓടി അങ്ങനെ എത്താൻ പറ്റണ പ്രായ അത്. ഹലോ, ആരാ? എന്താ പങ്കമ്പിള്ളേ? ശാരദ കുഞ്ഞമ്മ, ആ ജനാലി ഒന്ന് തുറന്നു നോക്ക്. ജയപ്പന്റെ വീട്ടില് നല്ല അംഗവാ. ഓ, വിളക്ക് വെച്ച് കണ്ണന് കദളിപ്പഴോ നെയ്തിച്ച് പൂജാമുറിന്ന് ഇങ്ങടെ ഇറങ്ങി പോന്നേ ഉള്ളൂ. ഇനിയും കോണി കയറാന്ന് വെച്ചാ പാടാണേ. പിള്ള എന്താ കണ്ടച്ചാ അതങ്ങട് പറഞ്ഞോളൂ. പിള്ള പറയുമ്പോ എനിക്ക് കണ്ട പോലെ തന്നെയാ. ആണോ? ഉവ്വോ, വെള്ളം തന്നെ പൊങ്ങിയിട്ടുണ്ട്, ഞാൻ കണ്ടു. ഈ മഴ ഇങ്ങനൊരു പിടുത്ത രാത്രി മുഴുവൻ പിടിച്ചാൽ ഉറപ്പാ അവൻ ആ സ്ഥലം നമ്മളിൽ ആർക്കെങ്കിലും തീർന്നു തന്നിട്ട് ഈ നാടേ വിട്ടോളും. അല്ല പിള്ളേ, ആ കൊച്ചിന് വല്ല ഡെങ്കിപ്പനിയോ വല്ലതും ആയിരിക്കുവോ? അതിന് ബോധമില്ലെന്ന് തോന്നുന്നു. ജയപ്പൻ അന്തരമാർഗെ അതിനെയും കൊണ്ട് പായുന്നുണ്ട്. പായട്ടെ അധമൻ. പിന്നെ പിള്ളേ, ഏറെയൊന്നും സന്തോഷിക്കേണ്ട. ആ കൊച്ചിന് വല്ല അപായവും സംഭവിച്ചാൽ അതിന് വെള്ളക്കെട്ടാണ് കാരണമെന്നും വന്നാൽ താണ ജാതിയ വകുപ്പ് പലതായിപ്പോൾ. പിള്ള ആ ജനാല അടച്ച് അവിടുന്ന് മാറിക്കോളൂ. ആര് ചോദിച്ചാലും ഒന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല. ശരിയാ. ദേവി, എന്റെ കൊച്ചിനൊന്നും വരത്തല്ലേ. ചേട്ടാ, നേഴ്സ്. കുര്യാക്കോസിന്റെ ആരെവിടെയുള്ള നേഴ്സേ, ഞങ്ങളുടെ മോന്റെ. കുര്യാക്കോസിന്റെ ആരെങ്കിലും ഉണ്ടോന്ന്? എവിടെ? ഐസിയുല് കൊണ്ടുവന്നെത്തിച്ചിട്ട് ഒറ്റ പോക്കാം. നേഴ്സേ, എന്റെ മോൻ കണ്ണു തുറന്നാ നേഴ്സേ. അതിന് കണ്ണോപ്പറേഷൻ കഴിഞ്ഞ് എടുത്തേക്ക് വന്നോ? നിങ്ങളുടെ കൊച്ചി ഇന്റൻസീവില, സീരിയസാ. ഡോക്ടർമാര് നോക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? കൊള്ളയിടാതെ അവിടെ മൂലയ്ക്ക് പോയിരിക്കും. എങ്ങനെയെങ്കിലും എന്റെ മോനെ രക്ഷിക്കണേ നേഴ്സേ. നീ വാ, അവിടെ പോയിരിക്ക. അവനൊന്നും വരൂല, നമ്മുടെ മോനൊന്നും വരൂല. ചേട്ടാ, അമ്മ ചേട്ടൻ കൊച്ചിനെ കൊണ്ട് ഓടുമ്പോ ഞാനും പുറകെ വരായിരുന്നു. ഇടയ്ക്ക് തിരിഞ്ഞു നോക്കിയപ്പോ അമ്മ അറിയത്ത് പിടിച്ച് തേങ്ങി വലിക്കണുണ്ടായിരുന്നു. ചുറ്റും വെള്ളാണ്. ചേട്ടാ, ഞാൻ എന്ത് ചെയ്യാനാണ്? കൊച്ചിനിട്ട ചങ്ങാട്ട് പോണ നീ പറ. എനിക്കൊന്നും അറിഞ്ഞൂടാ. എന്റെ ദേവി, എന്റെ കൊച്ചിനെ അമ്മനെ കാക്കണേ. ചേട്ടാ, ആ ജനാല അടയ്ക്കാവോ? എന്തിനാണ്? ആ കെട്ടിടം കണ്ടിട്ട് എന്തോ പോലെ. എന്താണ്? മോർച്ചറി. ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോ അമ്മ എന്നോട് പറഞ്ഞതാണ് വെള്ളക്കെട്ടിന്റെ കാര്യത്തില് ഒരു പരാതി എഴുതി നഗരസഭയെ കൊടുക്കാൻ. കൊറേ കൊടുത്തതല്ലേ, എന്നിട്ടെന്തായി? അമ്മ പറഞ്ഞു തന്നതാണ് എന്നോട് എഴുതിയെടുക്കാൻ. ഞാൻ കേട്ടില്ല. അമ്മ ഇപ്പോഴത് ഓർക്കുന്നുണ്ടാവും. ബഹുമാനപ്പെട്ട പാലാഴിക്കര നഗരസഭ ആരോഗ്യ വിഭാഗം ചെയർമാൻ മുമ്പാകെ പാലാഴിക്കര നഗരസഭ 3-ാം വാർഡിൽ നിതീരിക്ക വീട്ടിൽ പരേതനായ വള്ളോൻ ഭാര്യ വിധവയും 65 വയസ്സുകാരിയുമായ കാളിക്കുട്ടി സമർപ്പിക്കുന്ന സങ്കട ഹർജി. ഞാനും എന്റെ മകൻ ജയപ്പനെന്നെല്ലാരും വിളിക്കണ ജയനും അവന്റെ പെണ്ണു ബിന്ദു അതുങ്ങളുടെ കൊച്ച് 9 വയസ്സുള്ള കണ്ണനുമാണ് ഇവിടെ പണ്ടിനാലെ തൊട്ടേ താമസിച്ചു വരണത്. ഓട് പൊട്ടിയതുകൊണ്ട് നീല പ്ലാസ്റ്റിക് ഷീറ്റ് പൊതിഞ്ഞ ഒരു നടുമുറിയും ചായ്പും അടുക്കളയും ഉള്ള കൂരയിലാണ് ഞങ്ങൾ കഴിയണ. 3.5 സെന്റിലാണിത്. എന്റെ ഭർത്താവ് വള്ളോന്റെ അച്ഛൻ കണ്ടൻകോരന് നിതീരിക്ക കോയിന്തമേനോൻ പതിച്ചു കൊടുത്ത സ്ഥലമാണിത്. അങ്ങനെയാണ് ഞങ്ങൾക്കും നിതീരിക്കൽ എന്ന വീട്ടുപേര് വന്നത്. മഴക്കാലമായ ഒറ്റ മഴയ്ക്ക് തന്നെ മെയിൻ റോഡിൽ നിന്നുള്ള വെള്ളം നേരെ ഞങ്ങളുടെ വീട്ടിലേക്കുള്ള നേരിയ ഇടവഴിയെ ഇങ്ങോട്ട് പോയി.
ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തണേന് മുമ്പ് ഒരു 9 സെന്റ് പറമ്പുണ്ട്. ദോഹയിലുള്ള ആലോഷിയുടെയാണ്. അവൻ അത് വിൽക്കാനിട്ടേക്കാണ്. ഇത്തവണത്തെ വരവിന് വിൽക്കുന്ന് പറഞ്ഞിരുന്നപ്പോ അവിടെ എന്താണ്ട് ഉപരോധ എന്താണ്ട് പടർന്നു പിടിച്ചിട്ട് അവന് വരാൻ പറ്റാണ്ടിരിക്കുകയാണ്. മഴക്കാറ് കണ്ട വെള്ളം കെട്ടണ പറമ്പാണതും. നിറച്ച് കാട്ടുചേമ്പും പൊന്തയുമാണ്. പിന്നെ പാമ്പും. റോട്ടിന്ന് വരണ വെള്ളം ആദ്യം ഇപ്പറഞ്ഞ ആലോഷിയുടെ പറമ്പ് നിറച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് കയറും. ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നാ പിന്നെ വെള്ളത്തിന് പോക്കില്ല. പറഞ്ഞ നേരം കൊണ്ട് വെള്ളം മുട്ടിന് പൊന്തും. വീട്ടിലെ സാധനങ്ങളൊക്കെ വെള്ളത്തിൽ പൊങ്ങി നടക്കും. നേരത്തെ പറഞ്ഞ ഇടവഴിയുടെ വശത്തൂടി ഒരു തോട് പോണുണ്ട്. അത് ഞങ്ങളുടെ അയലോക്കക്കാരായ നിധിയിരിക്കെ പങ്കമ്പിള്ളയും കൂട്ടരൊക്കെ കൂടെ കയ്യേറി അതിൽ കെട്ടി മണ്ണിട്ട് പൊക്കി. ഇല്ലാരുന്നേ റോട്ടീന്ന് ഇടവഴി കൂടെ വരണ വെള്ളം ആലോഷിയുടെ പറമ്പ് നിറച്ച് നേരെ ആ തോട്ടിൽ കൂടെ അങ്ങാട് പോയേനെ. ഇതിപ്പോ ഓരോ മഴക്കാലത്തും ഞങ്ങളുടെ ഈ 3.5 സെന്റും കൂരയും വെള്ളത്തിലാണ് സാറേ. ഇവിടം തൊട്ട് റോഡ് വരെ നീന്തേണ്ടി വരും. എനിക്ക് വലിവുണ്ട്. എന്റെ പേരക്കുട്ടി കണ്ണനാണേ വാലട്ടീതി. ഇത്തവണ കാലവർഷം കനക്കുമെന്നാണ് റേഡിയത്തിൽ കേട്ടത്. അതുകൊണ്ട് വെള്ളം തോട്ടിലാട്ട് പോകാൻ വേണ്ട നീക്കുപോക്കുണ്ടാക്കി ഞങ്ങളെ ഈ ദുരിതത്തിൽ നിന്ന് ഇക്കൊല്ലെങ്കിലും രക്ഷിക്കണേന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. ഇത് ഞങ്ങൾ 3-4 കൊല്ലമായിട്ട് മുടങ്ങാതെ മഴക്കാലത്തിന് മുമ്പ് തരുന്ന അപേക്ഷയാണ്. എന്നാ നാളിതുവരെ അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ലെന്നുള്ള കാര്യം കൂടി സാറിനെ ബോധ്യപ്പെടുത്തുകയാണ്. ഇന്ന് നിധിരിക്ക വീട്ടിൽ മരിച്ചുപോയ വള്ളം ഭാര്യ കാളിക്കുട്ടി ഒപ്പ്. ഇത്രയും അങ്ങാട്ട് എഴുതിയിട്ട് നഗരസഭയെ കൊണ്ടുപോയി കൊടുത്തിട്ട് ഒന്നും മിണ്ടാണ്ട് ബിന്ദുങ്ങാട്ട് പോര്. നടക്കണേ നടക്കട്ടെ. നടന്നല്ല, ഇനിയും നടക്കും. കൊല്ലങ്ങളായിട്ട് നടപ്പല്ലേ ഉള്ളു. അമ്മ തന്നെ ആരെക്കൊണ്ടെങ്കിലും എഴുതിച്ച് കൊണ്ടേ കൊടു. അതിന് നീ ആ പാത്രത്തിനെ എന്തിനാ സ്നേഹിക്കണ? നല്ല പാട്. ഇത്തവണ മഴ കനത്താ നുമ്മ വിഷമിക്കും. അതുകൊണ്ടാണ് പറയണത്. ഒന്ന് വെറുതെ ഇരിയമ്മേ. അടുപ്പില് വെള്ളം കയറുന്നതിന് മുമ്പ് ഞാൻ ഈ അരിയൊന്ന് വേവിച്ചെടുത്തോട്ടെ. വിറകാണെങ്കിൽ നനയാത്തൊരു കഷണം ഇല്ല കത്തിക്കാൻ. വെള്ളം പൊങ്ങുമ്പോ അമ്പലക്കുളത്തിന്ന് മീൻ വരും. അതിനെ പിടിച്ച ചന്തയെ കൊണ്ടായി വിൽക്കും. എന്നിട്ട് ആകാശിന് ചിക്കൻ ബിരിയാണി മേടിച്ചോണ്ടും വരൂലേ. പിന്നെ എന്തിനാണ് അമ്മ ചോറ് വെക്കണത്? ആ കൊച്ചു 4-ാം ക്ലാസ്സിലാണെങ്കിലും അവന്റെ ബുദ്ധി 10-ാം ക്ലാസ്സിലാണ് കേട്ടാ. ആ മീൻ നമ്മുടെ മുറ്റത്തെത്തണേലേ അതുപോലെ മഴ പെയ്ത് അമ്പലക്കുളത്തിൽ വെള്ളം പൊങ്ങണം. ഒന്ന് പോയടാ. അതിനുള്ള വളക്കാരൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ. അതെ, ഇനി അങ്ങാട് വേദച്ചാ മതി. ഒന്ന് പോണണ്ടോ നീ? കാലത്തെ കൊര കണ്ടപ്പോ സ്കൂളിൽ വിടാഞ്ഞതാണ് കുഴപ്പം. ചെവി അടച്ചു കെട്ടി തണുപ്പടിക്കാണ്ട് എവിടെയെങ്കിലും പോയി ഇരുന്നട ചക്ക. വാല ടി വി ഉള്ളവനാണ് അല്ലേ? വാ സ്കൂളിൽ പോകാം. അവിടാണ് അടങ്ങിയിരിക്കെങ്കിലും ചെയ്യും. അത് പറഞ്ഞാ അവൻ 4 ചുമ കൂടുതൽ ചുമക്കും. മഴ മുറുകേണല്ല, കാറ്റും ഉണ്ട്. ഇത്തവണ തോറാനയ്ക്ക് 100 ആന മുങ്ങും. ജയപ്പനിന്ന് എവിടെ പണിയുണ്ടെന്നും പറഞ്ഞാടി പോയത്. ജ്യൂസാപ്പിളക്ക് മഴക്കുഴി കുത്തിക്കൊടുക്കണമെന്നും പറഞ്ഞ് പോണണ്ടായി. കഷ്ട ജ്യൂസാപ്പിള വെള്ളം പോരാഞ്ഞിട്ട് കുഴി കുത്താണ്. മുമ്മ വെള്ളം കുടിച്ച് കുഴിയിലാകാൻ പോണു. കയ്യില മഴയാണ് കേട്ടാ. ജയപ്പം പണിയും കഴിഞ്ഞ് വരുമ്പോ റോട്ടീന്നേ നീന്തണ്ടി വരും. നീന്തട്ടെ, ആ പങ്കമ്പിള്ള ഒരു വില പറഞ്ഞതല്ലേ. അന്നേരം ഇത് കൊടുത്ത് പണ്ടേ കിഴക്കേപ്പുറത്ത് ലേശ സ്ഥലം മേടിച്ചൊരു കൂര കുത്തിയിരുന്നെങ്കിലാ. അത് മോള് മോഹിക്കണ്ട. അതും ആ നിരീരിക്ക പങ്കമ്പിള്ളക്ക് കൊടുത്തിട്ട് ജയപ്പന്റെ അച്ഛനെയും അവന്റെ അച്ഛനെയും ചത്തടക്കിയ മണ്ണാടിയത്. മണ്ണും കെട്ടിപ്പിടിച്ചിരുന്ന അമ്മയ്ക്കും രോഗം കൊച്ചിനും രോഗം. എന്നാലും കാരണവന്മാരുടെ മണ്ണ് അത് വിട്ടുള്ള കളിയില്ല. ഇല്ലടി. അതാണ്. അത് നീങ്ങ കെട്ടിക്കേറി വരണ പെമ്പിള്ളേർക്ക് മനസ്സിലാകൂല. മനസ്സിലാകും ലേശം കഴിയുമ്പോ. പിന്നെ ഇവിടത്തെ പ്രശ്നം ഇത്തിരി വെള്ളമാണ്. അത് മഴക്കാലത്ത് വരും, മഴ കഴിയുമ്പോ പോകും. ഇനി ചെല്ലണ സ്ഥലത്ത് എന്ത് പ്രശ്നമാണുള്ളതെന്ന് ആർക്കറിയാ. ഓരോന്ന് കാണുമ്പോ ഓടാൻ പോയാലേ ഒരിടത്തും പേര് പിടിക്കൂല മോളെ, ഓർത്തോ.
അമ്മേ അച്ഛമ്മേ വെള്ളം മതി അലോചിച്ചേട്ടനെ പറമ്പ് മുങ്ങി ഇടവഴിത് എന്നത് എന്തിനു വെള്ളമായി. എന്നോട് അവരെ പുറത്തിറങ്ങാൻ പറഞ്ഞു. എങ്ങാനും വെള്ളത്തിൽ പോയ ആരറിയാനാണ്. കൊണ്ടേ ചുമ ഒടിച്ചു ഞാൻ. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പറഞ്ഞോണെന്തേ വെള്ളം തിണ്ണ കയറി വരണേ. ഇതാരിത്? വാ വാ, കാണാഞ്ഞപ്പോ കരുതി ഞങ്ങ ചപ്പട്ട് വരാനിരിക്കണെന്ന്. ബിന്ദുവേ, ദേ വെള്ളം വരണ വരവ് കണ്ടാ? ഓ, അരി വെന്ത് കിട്ടി, ഭാഗ്യം. എന്നാ എടുത്ത് മേശപ്പുറത്ത് വെച്ചോടി. അടുക്കളയൊക്കെ ഇപ്പ നിറയും. റോട്ടിലെ കാനയിലെ വെള്ളം അമ്പലക്കുളം കഴിഞ്ഞുള്ള വെള്ളം ഒന്നിച്ചാണ് വരവ്. അതാണ് ഇത്ര ഊറ്റം. അച്ഛമ്മേ വെള്ളം ഞങ്ങൾ മുന്നോട്ട് കയറണേ. വെള്ളത്തിന് അങ്ങനെ വലിയ ഭാവമൊന്നുമില്ല മോനെ. അതിപ്പോ ആ മുറിയും നിറക്കും, ഞാനിരിക്കണ ഈ നടുമുറിയും നിറക്കും, പിന്നെ അടുക്കളയും നിറക്കും. അപ്പോഴേക്കും വീട് വകഞ്ഞു വന്ന് നമ്മുടെ പറമ്പും നിറക്കും. അപ്പോഴേക്കും അച്ഛൻ ചങ്ങാടുണ്ടാക്കും. ഞാൻ പോലും കുത്തി തുഴഞ്ഞു ഉഴഞ്ഞു നടക്കും. അച്ഛമ്മേനെ കേട്ടാട്ടാ. ഇവിടെ കണ്ണോ, നിന്റെ പുസ്തകം ഭാഗം എടുത്ത് മോളി വെച്ചേടാ. വെള്ളം കേറണത് കണ്ടില്ലേ? ഇട്ട് കൊടുത്തേക്കാണവൻ. നനഞ്ഞു വീർന്ന് കിട്ടിയാ പിന്നെ സ്കൂളിൽ പാവണ്ടല്ല. പോയി എടുത്തു വെക്കട കഴുതേ. പറഞ്ഞാ പോലെ തല്ലണെന്തിനാണ്? മോളെ ബിന്ദു, തേയിലയുടെയും പഞ്ചാരയുടെയും പാട്ടകൾ എടുത്ത് പൊക്കത്ത് വെച്ചിട്ടില്ലേ? ഓ, തേയിലെന്തിനാ? പൊടിയിട്ട പോലല്ലേ വെള്ളം. ഇച്ചിരി പഞ്ചാര ഇട്ടാ മതിയല്ല. അത് നീ പറഞ്ഞത് കറക്റ്റ്. നിനക്കപ്പ തമാശക്കെ പറയാനറിയാല്ലേ. നീ കട്ടുമ്പ കയറി ഇരിവെണ്ണ. എന്തിനാണ് ഇങ്ങനെ വെള്ളത്തിൽ കൂടി അങ്ങാടും ഇങ്ങാടും കിടന്ന് ഓടണ? വെള്ളം കയറുന്നത് അമ്മ കാണുന്നില്ലേ? പാത്രങ്ങളൊക്കെ എടുത്ത് പൊക്കത്ത് കമത്തി വെച്ചില്ലെങ്കിലേ അതിന്റെ അകത്ത് നീർക്കോലി കയറിയിരിക്കും. ഇവിടെ കണ്ണോ, നീ ബാഗ് എടുത്ത് വെച്ചാ? ആ, പിന്നെ ആ മുറിയിൽ എന്തെടുക്കാണ്? അവനവിടെ വേശപ്പുറത്തിരുന്ന് കപ്പലുണ്ടാക്കേടി. ഉയ്യടാ, അമ്മയുടെ അടുത്ത് പോയിരുന്നേ. ആ, ഇവിടെ നിന്നോടാ പറഞ്ഞത്. ഞാനങ്ങോട്ട് വന്ന് വെള്ളത്തിട്ട് അടിക്കട്ടാ. ഈ അമ്മ ആ, മോനച്ചമ്മയുടെ വക്കിനിരുന്നു. അങ്ങനെ ആ, അച്ചമ്മ പൊത്തി പിടിച്ചോളാം. അപ്പൊ അച്ചമ്മയുടെ കണ്ണന് ഒട്ടും തണുക്കൂല. ഔ, എന്തൊരു മഴയപ്പോ. ശരി ബിന്ദുവോ, നീ അവിടെ എന്തെടുക്കേടി? ഓ, ഈ അമ്മയ്ക്ക് എന്താണ്? ഈ അരിപ്പാത്രം ഇവിടെ വെക്കുന്നോർത്തിട്ട് മനുഷ്യൻ പ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാണ്. ഒരലമാരിയുണ്ടോ, തട്ടുണ്ടോ, മടുത്ത് മോശം. അത്ര പെരുത്തൊന്നും വെള്ളം കയറില്ലടി. രാത്രിയാവുമ്പോ ജയപ്പൻ ശാരദ കുഞ്ഞമ്മയുടെ മട പൊട്ടിച്ച് വിടൂലേ. ഒരു ലെവല് വിട്ട് പൊങ്ങണ വെള്ളം അവരുടെ വീട്ടിലോട്ട് പോവൂലേ. നേരം വെട്ടത്തിന് മുമ്പ് അവനത് അടച്ചു വെക്കേണ്ടി ചെയ്യും. പിന്നെന്താടി? ഉവ്വ. എന്നിട്ട് വെട്ടത്തിന് അവരതിരിൽ വന്നിട്ട് തുപ്പി തുപ്പി തെറിയും പറയും. അതും കേൾക്കണം മനുഷ്യൻ. ഇത്തവണ നോക്ക്, ശാരദ കുഞ്ഞമ്മ രാവിലെ തൊട്ടേ മട്ടുപ്പാവലെ ജനാലക്കലുണ്ട്. കസേരമിട്ട് ഇരിക്കേണ്. നടന്നത് തന്നെ. ശാരദ കുഞ്ഞമ്മ പന്തം കത്തിച്ച് നോക്കിയിരുന്നാലും എന്റെ മോൻ ജയപ്പൻ കണ്ണും വെട്ടിച്ച് കാര്യം നടത്തും മോളെ. ഹായ്, അച്ഛന്റെ വെള്ളത്തിൽ കൂടി വാഴത്താടെ മനുഷ്യൻ പറഞ്ഞു. ബലി 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 ബാഹുബലി ബലിയമ്പായും പൂരി ഇടിവിന്നൽ വേഗത്തിൻ തൂടി. ആഹാ, അച്ഛനിപ്പ ചങ്ങാടുണ്ടാക്കും. നല്ല അടിപ്പൻ ചങ്ങാട. ഓ, തകഞ്ഞ. ഹലോ, ശാരദ കുഞ്ഞമ്മയല്ലേ? അതെ, ആ, ഞാൻ ലാൻഡ് ലൈനിൽ വിളിച്ചപ്പോ ശാരദ കുഞ്ഞമ്മ മുകളിലുണ്ടെന്ന് പറഞ്ഞു. അതാ മൊബൈലിൽ വിളിച്ചേ. താഴെ നടക്കുന്നത് വല്ലതും കാണുന്നുണ്ടോ? കാണുന്നുണ്ട് പങ്കമ്പിള്ളേ, കാണുന്നുണ്ട്. അച്ഛൻ മകന് ചങ്ങാടം കെട്ടിക്കൊടുത്തിരിക്കുന്നു. മകനത് കോലും കുത്തി തുഴഞ്ഞു നടക്കുന്നു. ഇടയ്ക്ക് ചുമക്കുന്നുണ്ട്. കാളിക്കുട്ടിയും മരുമകളും കൂടി വട്ടവല കൊണ്ട് മത്സ്യബന്ധനം നടത്തുന്നു. നല്ലവണ്ണം മീനും കിട്ടുന്നു. ഇതെന്താ പിള്ളേ ഇത്? അവറ്റകൾ നമ്മളെ പരിഹസിക്കുകയാണോ? നടക്കട്ടെ നടക്കട്ടെ. വെള്ളം ഇനിയും പൊങ്ങിയാലേ ഈ കളിയൊക്കെ നിൽക്കും. പൊങ്ങുമായിരിക്കും. കാലവർഷം കനക്കുമെന്നാ റേഡിയോയിൽ പറഞ്ഞത്. ഞാനും കേട്ടു. ആ, നമുക്ക് നോക്കാം. എന്നാലും അവറ്റകൾക്കൊരു കൂസലില്ല കേട്ടോ. അതെ അതെ. ഹലോ ഹലോ ഹലോ. ഛേ, തൃപ്പതിയായില്ലേ? ആ കുടുംബം അപ്പാടെ വെള്ളത്തിലാ. ആകും ആക്കും. കുടുംബത്തോടെ അസുരവിത്തുക്കളാ. ആ ചെറുക്കൻ, ആ നരുന്ത് എന്താണ് നമ്മുടെ മതിലെ എഴുതി വെച്ച്? ഓർമ്മയുണ്ടോ കല്യാണിക്ക്? പിന്നെ ഡിങ്കം പിള്ളാന്ന് നല്ലതല്ലേ? പരിഹസിക്കാ നീയും? പങ്കനേക്കാളും നല്ലത് ഡിങ്കം തന്നെ.
നിങ്ങൾക്ക് പേരിട്ടോർക്ക് ഇത് തോന്നിയില്ലല്ലോ എന്ന് ഓർക്കായിരുന്നു ഞാൻ. മതി മതി മതി, നമസ്കരിച്ചു. ആവശ്യത്തിന് കൊതുകടിയുണ്ട് അവിടെ. ഇനി നിന്റെ കടി വേണ്ട. ഓ, എന്തൊരു കൊതുക! കണക്കായിപ്പോയി. താഴെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്ന് വരുന്നതാ. വെള്ളേ തോട്ടിക്കൂടെ ഇങ്ങ് പോയേനല്ലോ. അവന്റെ പറമ്പിൽ കിടക്കട്ടെ, അവന്റെ പറമ്പിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞ് മണ്ണും പൊക്കി മടയും കെട്ടിവെച്ചിട്ട് ഇപ്പൊ കൊതുകടി കൊള്ളുന്നത് ആരാ? ഇടീ, അവനത് വിറ്റിട്ട് വല്ല കോളനിയിലും പോയി കിടക്കട്ടെ. എന്തിനും നമ്മളെ പോലുള്ളവരുടെ ഇടയിൽ തന്നെ കഴിയാൻ നോക്കുന്നു. നല്ലപ്പോഴേ ഞാൻ അവനോട് പറഞ്ഞതല്ലേ, ഉള്ള വില തരാം, തന്നേക്കെന്ന്. തന്നോ? അനുഭവിക്കട്ടെ. ആ കൂട്ടത്തില് കുറച്ച് നിങ്ങൾ അനുഭവിക്കേ. അകത്ത് കൃമികടി, പുറത്ത് കൊതുകടി, അസലായി. അച്ഛാ, അച്ഛനും കേറച്ച. ആ എന്നാ ചെങ്ങാടം പൊളിഞ്ഞത് തന്നെ. വീട്ടിൽ കയറ്. മഴ പിന്നെ വരാൻ പോണേണ്. ജയേട്ടാ അവനോട് കേറാൻ പറ. സുഖയില്ലാത്ത കൊച്ചാ. നീ വല താത്തിപ്പിടി ബന്ധു. ഞാനിവിടുന്ന് മീനോടിച്ച് കഴിക്കുമ്പോ അവള് വല പോകും. പോയി കണ്ട മുട്ടം പ്രാലായിരുന്നു. ഇത് വല എങ്ങാട് നീക്കടി. ഒരു മോതവന്നെ വല നീക്ക്. വല നീക്കാൻ അമ്മ എങ്ങോട്ടാണ് പിടിക്കണേ? വല വിടമ്മ. അമ്മയ്ക്കാണെ പാടില്ല. വരാൻ എടാ മക്കളെ, ഇപ്പൊ സിറ്റി മോള് നിക്കണ പണ്ടത്തെ മുണ്ടപ്പാടത്തെ വട്ടവല വെച്ച് എത്ര മീനാണ് ഞാനൊക്കെ പിടിച്ചേക്കണേന്നറിയാമാ. അത് പണ്ട് കടല്ലാട മണ്ട. ഇത് കടലല്ലേ അമ്മേ? അമ്മേനെ നോക്കിയേ, എന്റെ ടൈറ്റാനിക്ക് പോണ പോക്ക് കണ്ട. ചങ്ങാടം കൊണ്ട് അങ്ങാട് പോടാ. നീ കേറുന്ന പോലെ മതി മതി, കണ്ണാ കേറ്. കേറാൻ. അമ്മേ, ഞാൻ മഴത്ത് കുളിച്ചോട്ടെ? കേറാനാ പറഞ്ഞത്. ജയേട്ടാ പറഞ്ഞ് ഒരു പനി കഴിഞ്ഞതാണവൻ. ആ എടാ മതി, കേറ്, എല്ലാം കേറി. ഇന്നത്തേക്ക് ധാരാളം. വട്ടപ്പള്ളി ചന്ത കയറും മുമ്പ് കൊണ്ടുപോയി കച്ചവടാക്കട്ടെ. ചിക്കൻ ബിരിയാണി. അതിനാണാ പോകുന്നത്. ഹലോ ഹലോ ഹലോ. ചില നേരത്തെ ഇങ്ങനെയാ. ഹലോ, ആ പങ്കമ്പിള്ളയല്ലേ? അതെ അതെ, വ്യക്തമാകുന്നില്ല. മഴയായിട്ടാവും. പിന്നെ കാണുന്നുണ്ടല്ലോ അല്ലേ, കൊട്ടക്കണക്കിന് മീനും പിടിച്ചു പോവുക കച്ചവടത്തിന്. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, കാണുന്നുമുണ്ട്. നടക്കട്ടെ നടക്കട്ടെ, കലാശക്കൊട്ട അത് കൊട്ടി തന്നെ തീരണം. അല്ല പങ്കമ്പിള്ളേ, അമ്പലക്കുളം കവിഞ്ഞു വരുന്ന വെള്ളത്തിലെ മത്സ്യങ്ങളല്ലേ, അവയെ പിടിച്ച് വിൽക്കുക, കണ്ട നസ്രാണികളും നാലാവയത്തക്കാരും വാങ്ങി ഭക്ഷിക്കുക. എന്താ ഇത്? നമ്മളൊക്കെ ഇത് സമ്മതിച്ചു കൊടുക്കാന്ന് വെച്ചാൽ പങ്കമ്പിള്ളയ്ക്ക് ഒന്നും തോന്നുന്നില്ലേ ഇത് കണ്ടിട്ട്? ഹലോ ഹലോ, കട്ടായിന്നാ തോന്നണ്. എന്തായാലും ഇത് ഞാനങ്ങനെ വെറുതെ വിടാൻ നിശ്ചയിച്ചിട്ടില്ല. കരയോഗത്തിൽ ഒരു കടലാസ് കൊടുക്കണം. പിന്നെ കരയോഗക്കാർക്ക് വേറെ പണിയില്ല. ഈ വല്ലവന്റെയും കുടുംബത്തേക്ക് നോക്കിയിരിക്കണ നേരം കൊണ്ട് അമ്മയ്ക്ക് വല്ല ഭാഗവതോ രാമായണോ വായിച്ചൂടെ? അതൊക്കെ വായിച്ചതാ. അത് പറഞ്ഞ പോലുള്ള കാര്യങ്ങളാ ഞാനും ചെയ്തോണ്ടിരിക്കണേ. സീമേ, മിണ്ടാണ്ടിരുന്ന പരീക്ഷാ പേപ്പർ നോക്ക്. ആഹാ, അത് പുതിയ അറിവാണല്ലോ. ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ടോ ജയപ്പനെയും കുടുംബത്തെയും കിടത്തി പൊറപ്പിക്കരുതെന്ന്? എടി, ഇത് കലിയുഗം. ക്ഷുദ്രജന്മങ്ങൾ പെരുകും. അവറ്റകളെ സംഹരിക്കാൻ അവതാരങ്ങൾ ഉണ്ടാവണമെന്നില്ല. അപ്പോ നമ്മൾ തന്നെ ഒരുമ്പെട്ട് ഇറങ്ങണം. ഒരുപാട് ഒരുമ്പെട്ടല്ലോ ജയപ്പനെയും കുടുംബത്തെയും കെട്ടിക്കാൻ. ദേവിയുടെ തേർവീഥിയിലാണ് അവൻ താമസിക്കണേ. ദോഷസ്ഥലത്ത് അവന്റെ താമസം എന്നൊക്കെ ആളോളെ കൊണ്ട് പറയിച്ചു. ഒരു വെള്ളിയാഴ്ച നട്ട പാതിരാക്ക് പട്ടിയുടെ കഴുത്തില് പേരക്കിടാവിന്റെ ചിലങ്ക കെട്ടിയിട്ട് അവന്റെ വേലി നോട്ടുവിട്ടു. എന്നിട്ടോ പട്ടി മണിയും കിലുക്കി കുറെ നടന്ന് ബോറടിച്ചത് മെച്ചം. അവനും കുടുംബവും സുഖമായിട്ട് കിടന്നുറങ്ങി. കോഴിത്തല, മുട്ട, ചെത്തിപ്പൂ, ചെമ്പ് തകിട്, ചാത്തനേറ്, ഓ എന്തൊക്കെ ബഹളായിരുന്നു. ഒന്ന് പതുക്കെ പറ സീമേ. ഇത്തവണ നീ നോക്കിക്കോ, ഞാനേ ഇടവം പിറന്ന പാടെ നേരെ കതിരാടി മഠത്തിൽ ചെന്ന്
കടുത്തൊരു പ്രയോഗം തന്നെ ചെയ്തിരിക്കുക. അതിൽ ജയപ്പന് പണി പറ്റിയത് തന്നെ. മാനത്ത് എപ്പോഴും കരിമേഘങ്ങളല്ലേന്ന് നോക്ക്. പോയ കൊല്ലങ്ങളിലൊന്നും ഇല്ലാത്ത കൂട്ട് മഴ ഇരുട്ടും കുത്തിയല്ലേ പെയ്യണേ. അതാ നീ കണ്ടോ? ആഹാ, നാ അമ്മയ്ക്ക് ഈ കൂടോത്രം ഇടുക്കി പോയി ചെയ്തൂടെ? ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അയലത്തുകാരായി ഗുസ്തിക്ക് പോയി വല്ല കേസും കൂട്ടോ ആയാ അമ്മയുടെ കൂടെ തൂങ്ങി നടക്കാൻ എനിക്ക് പറ്റില്ല. എടുത്താ തീരാത്ത പണിയുണ്ട് ഇപ്പൊ സ്കൂളില്. പണ്ടത്തെ പോലെ എന്തെങ്കിലും പഠിപ്പിച്ചെന്ന് വരുത്തി പോന്നാ പോരാ. അമ്മയുടെ മോനാണേ പുറത്തും. കൊച്ചുങ്ങളുടെ കാര്യവും അടുക്കളയും സ്കൂളും എല്ലാം കൂടി തലയ്ക്ക് പ്രാന്തായിരിക്കുക. അതിന്റെ ഇടയില് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കല്ലേ. ജയപ്പൻ എന്തോ കൊണ്ടുവരുന്നുണ്ടല്ലോ. മീൻ വിറ്റ് തോനെ കാശ് കിട്ടിക്കാണും. അമ്മ ആ ജനാലയ്ക്ക് ഇങ്ങ് പോന്നേ. ഏത് നേരം അവിടെ തന്നെ നോക്കിക്കോ, ഞാനത് ആണി വെച്ച് അടയ്ക്കും. ചിക്കൻ ബിരിയാണി സൂപ്പർ. അച്ഛാ, നാളെ നമുക്ക് മട്ടൻ ബിരിയാണി. മീൻ കിട്ടണ പോലെ ഇരിക്കും. മട്ടൻ ബിരിയാണിക്ക് അവിടെ കാശ് കൂടും. ദേവി, നാളെ നല്ലോണം മഴ പെയ്യണേ, അമ്പലക്കുളത്തില് വെള്ളം പൊങ്ങണേ, മീൻ മുഴുവനും ഞങ്ങളുടെ വീട്ടിൽ തന്നെ വരണേ. നിർത്തടാ, എങ്ങനെയെങ്കിലും ഈ വെള്ളത്തിൽ നിന്ന് കരകയറിയാ മതിയെന്ന് വെക്കുമ്പോ എടി ബിന്ദു, ഈ കയറ് വലിഞ്ഞ കെട്ടുമ്മ വെള്ളത്തിൽ നിന്ന് കാലും പൊക്കി വെച്ചിരുന്ന് ഹൈവേ ഗേറ്റിൽ ചിക്കൻ ബിരിയാണി തിന്ന് ഇതേ കട്ടിൽ തന്നെ ഇല്ലാത്ത സ്ഥലത്ത് ചുരുണ്ടു ഓടിക്കിറന്നിറങ്ങണേന്റെ ഒരു സുഖം ഉണ്ടല്ല. അതാണ് സുഖം. വേണമെങ്കി ദേ ഇതിങ്ങനെ കൊടുങ്കയും കുത്തി ചരിഞ്ഞു കിടന്ന ആരായി പറ പറ. ഹിരണ്യകശിപു. ഈരണ്യകശിപു നല്ലട മണ്ട. അച്ഛൻ കിടന്ന അയാളെ പോലെ ഇരിക്കും. കട്ടില്ലതായിട്ട് വെള്ളമുള്ള കൊണ്ട് തിന്നിട്ട് കൈ കഴുകാനും സുഖം. ആസത്ത് പോയി അടുക്കളയിലെ നല്ല വെള്ളത്തിൽ വാകഴുകടാ. പോ. അവനെ ഇട്ട് വെള്ളം നീന്തിക്കാണ്ട് നിനക്ക് പോയി എടുത്തു കൊടുത്തൂടെ ബിന്ദു? ഈ വെള്ളത്തിനെന്താണ് കുഴപ്പം? അമ്പലക്കുളത്തിൽ വരണ വെള്ളമല്ലേ. ഒരു കീറ് വെച്ച് തന്നാലുണ്ടല്ലോ ഉണ്ട ചെക്കൻ. അവൻ പറഞ്ഞത് ന്യായം. നമ്മക്കിത് ഗംഗാജലമാടി. ഓ, മതി വിസ്തരിച്ചത്. വാ കഴുകിട്ട് വന്ന് കിടക്കടി. ഉറക്കം വന്നിട്ട് പാടില്ലെന്ന്. എങ്ങനെ കിടക്കാൻ? ഒരു കട്ടിലും 4 ആളും. 4 ആളില്ലേ? ഒരാളെ ഉള്ളാർന്നെങ്കിലാ. പോറടിച്ച് ചത്താനെ. ചത്ത മതിയായിരുന്നു. കണ്ണാ, ചേർന്ന് കിടന്നേ. അപ്പൊ തണുക്കൂല. വിശാലമായിട്ട് കിടക്കാന്ന് വെച്ചാ വെള്ളത്തിൽ പോകും കേട്ടാ. മതി മതി, വെട്ടത്തിന് എണീക്കണം. സർക്കാർ ആശുപത്രിയുടെ കക്കൂസയ്ക്ക് മുമ്പിൽ പോയി കൂന്നിക്കണ്ടേ? വെള്ളം നീന്തി അവിടെ എത്തുമ്പോഴേക്കും ആള് കൂടാണ്ടിരുന്നാ മതി. എന്താണ് ദേവി ഇതിനൊരു മോചനം? എന്താടാ അമ്മ ചോദിക്കണേ, നമ്മളെ ആഗസ്റ്റ് 15 എന്നാണെന്ന്. അതെന്റെ 16-ന് കിടന്നുറങ്ങടാ. ആതിന്തോ ദയ്യാദിനന്തോ ദയ്യാദിനന്തോ, ആതിന്തോ ദയ്യാദിനന്തോ ദയ്യാദിനന്തോ, ആതിന്തോ ദയ്യാദിനന്തോ ദയ്യാദിനന്തോ, ആതിന്തോ ദയ്യാദിനന്തോ ദയ്യാദിനന്തോ. തെക്കിലേക്കുള്ളൊരു ദേശം മലപ്പുറം ദേശം, തെക്കിലേക്കുള്ളൊരു ദേശം മലപ്പുറം ദേശം. ആതിന്തോ ദയ്യാദിനന്തോ ദയ്യാദിനന്തോ, തകരിന്തോ ദയ്യാദിനന്തോ ദയ്യാദിനന്തോ. തെക്കിലേക്കുള്ളൊരു ദേശം മലപ്പുറം ദേശം, തെക്കിലേക്കുള്ളൊരു ദേശം മലപ്പുറം ദേശം. ആതിന്തോ ദയ്യാദിനന്തോ ദയ്യാദിനന്തോ, ആതിന്തോ ദയ്യാദിനന്തോ ദയ്യാദിനന്തോ. കല്യാണി, ഇതൊന്ന് നോക്ക്. കൊച്ചുവെളുപ്പം കാലത്തെ പാട്ടും പാടി പോകുന്ന പോക്ക് കണ്ടോ? അമ്മയും മോനും മരുമോളും കൊച്ചും ഒക്കെ ഉണ്ട്. മുട്ടറ്റും വെള്ളം നീന്തി പോവാണല്ലോ. താമസം മാറിയായിരിക്കോ? ഹേയ്, വെളിക്കിരിക്കാനുള്ള പോക്കാണ്. മെയിൻ റോഡിനപ്പുറത്തെ സർക്കാർ ആശുപത്രിയുടെ കക്കൂസിലേക്ക്. വെള്ളം കയറി അതുങ്ങളുടെ കക്കൂസ് മൂവി കാണും. അതല്ല രസം. അവിടെ പോയി ക്യൂ നിന്ന് എപ്പോ കാര്യം സാധിക്കാനാ. ചിരിച്ചോ ചിരിച്ചോ, അല്ലേ തന്നെ നിങ്ങൾക്ക് ഒന്നരാടാ ശോധന. ആ പാവങ്ങളുടെ പരിധി കണ്ട് ചിരിച്ചാലുണ്ടല്ലോ ഈ ജന്മത്ത് നിങ്ങൾക്ക് വയറ്റിൽ പോക്ക് ഉണ്ടാവില്ല. അറം പറ്റുമോ ഭഗവാനെ? ഒന്ന് മിണ്ടാണ്ടിരുന്നൂടെ?
ആളുകളെ കൊണ്ട് പറയിക്കാൻ. അമ്മേ, ഒന്ന് നിർത്താമോ? അമ്മ പാടട്ടടി, നിനക്കും പാടല്ല എല്ലാവർക്കും പാടാ. ഇതൊക്കെയല്ലേ എന്റെ ഒരു രസം. കണ്ണാ വെച്ചാലക്കടാ. അത്തിന്തോ തെയ്യാതിരന്തോ തെയ്യാതിരന്തോ കൊള്ളൊരു ദേശം മലങ്കൊരു ദേശം തെക്കുതേ കൊള്ളൊരു ദേശം മലങ്കുരം ദേശം. അത്തിന്തോ തെയ്യാതിരന്തോ തെയ്യാതിരന്തോ അത്തിന്തോ തെയ്യാതിരന്തോ അത്തിന്തോ തെയ്യാതിരന്തോ തെയ്യാതിരന്തോ അത്തിന്തോ. കണ്ണാ, മിണ്ടാണ്ടിരുന്നില്ല ഞാൻ വെള്ളത്തിലേക്ക് ഇടുന്നെ. ഇട്ടു. അപ്പഴേക്ക് വെള്ളത്തിൽ കൂടി അച്ഛനെ പോലെ നീന്താണ്ട. ആകെ 2 ഇഞ്ച് നീളമുണ്ട്. നീന്താൻ പോണ്. ഒക്കത്തിരുന്നാ മതി. എനിക്കിങ്ങനെ പോകുമ്പോ പണ്ട് മുണ്ടോപ്പാടത്ത് ഞാറ് പാകി പാകി അങ്ങനെ പോകണത് ഓർമ്മ വരും. അതാണ് ഞാൻ പാടിപ്പോണേ. അമ്മ പാടമ്മ. പിന്നെ പാടുമ്പോ പാട്ടൊന്നും അമ്മ മാറ്റി പിടിച്ചോ. ഇല്ല, നമ്മുടെ ഫാമിലിക്ക് ഈ ഒരു പാട്ട് മാത്രമേ ഉള്ളൂ എന്ന് കരുതും കേട്ടാ. ഒന്നാം മലരേ മലരേ തോപ്പേലൊന്നര വട്ടി തെന വിതച്ചേ തെനയ്ക്കൊപ്പം പൂവും കായും കതിരൊപ്പം നിറഞ്ഞപ്പോ അതിലൊരു കിളി വന്ന് ചതുരം കൊത്തിയേ. ഒന്നാം മലരേ മലരേ തോപ്പേ ഒന്നര വട്ടി തെന വിതച്ചേ തെനയ്ക്കൊപ്പം പൂങ്കായും കതിരൊപ്പം നിറഞ്ഞപ്പോ അതിലൊരു കിളി വന്ന് ചതുരം കൊത്തിയേ. ഒന്നാം മലരേ മലരേ തോപ്പേ മൂന്നര വട്ടി തെന വിതച്ചേ തെനയ്ക്കൊപ്പം പൂങ്കായും കതിരൊപ്പം നിറഞ്ഞപ്പം അതിലൊരു കിളി വന്ന് ചതുരം കൊത്തിയേ. നാലാം മലരേ മലരേ തോപ്പേ നാലര വട്ടി തെന വിതച്ചേ തെനയ്ക്കൊപ്പം പൂങ്കായും കതിരൊപ്പം നിറഞ്ഞപ്പം അതിലൊരു കിളി വന്ന് ചതുരം കൊത്തിയേ. ഹലോ, കാണുന്നുണ്ട് പങ്കംപിള്ളയെ, കേൾക്കുന്നുണ്ട്. പാട്ടും പാടിയുള്ള പോക്ക്. ഇത്രയ്ക്കായിട്ടും അഹമ്മദിക്ക് ഒരു കുറവില്ലട്ടോ. കടുപ്പം തന്നെ. തേക്കുപാട്ടും ഞാറ്റുപാട്ടും കഴിഞ്ഞപ്പോ തൂറ്റുപാട്ടായി. മലരേ മലരേ തോപ്പേ ഒന്നര വട്ടി തെന വിതച്ചേ തെനയ്ക്കൊപ്പം പൂങ്കായും കതിരൊപ്പം നിറഞ്ഞപ്പോ അതിലൊരു കിളി വന്ന് ചതുരം കൊത്തിയേ. ആകാശവാണി തൃശൂർ. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. ചേട്ടാ, 4 കക്കൂസ് 24 പിടി. 2 രൂപയൊക്കെ പോയടാ, ഇപ്പൊ 5. എന്റെ അമ്മോ, നമ്പർ 2 GST. എന്താ പുരോഗതി. എന്നാ പിടി. അമ്മേ ബിന്ദു, അത്യാവശ്യക്കാരാരാണെന്ന് വെച്ചാ വേഗം കേറി. സർക്കാർ ആശുപത്രി നാളെ വരാൻ തുടങ്ങിയ പിന്നെ പിടിച്ചാക്കിക്കൊള്ളട്ടാ. അതിന് 4 ഫുള്ളാണ്. ആളിപ്പൊ കേറിയത്. മോനെ, അമ്മക്ക് നിക്കാൻ പറ്റണില്ലല്ലോ. വയറ്റില് കോലാഹലമാണ്. എനിക്ക് ആരോടെങ്കിലും ഇറങ്ങാൻ പറഞ്ഞ പിടിച്ചു നിർത്തറ. എനിക്കതിലും വലിയ പ്രശ്നമാണ്. ബിന്ദുനാ എങ്ങനെയും ഒന്ന് പോയാ മതി ഇവിടുന്ന്. ഈ വീടിപ്പൊക്കെ സഹിച്ച്. ദേ 2 ഒഴിവായി. അമ്മേ കണ്ണാ കേറിക്കോ. മാറിക്കൊടു, ആള് പോട്ടെ. കുടുപടച്ചുള്ള ടൂറാണല്ലോ. അതേടാ എന്തേ ഒന്നു കേട്ടോ, ചുമ്മാ പറഞ്ഞാ അയാളുടെ പാട്ടിന് പോട്ടെ. പോട്ടെ, പോയാ പോരെ. വേറെ കാര്യം അന്വേഷിക്കണെന്തിനാന്ന് കേട്ടോ. ചുമ്മാ പറഞ്ഞാ നിനക്കറിഞ്ഞൂടന്നെ. എന്റെ ജയേട്ട വിട്. വെറുതെ ആളെ കൊണ്ട് പറയിക്കാൻ. നാശം. എന്തൊരു കഷ്ടാണെന്നോ. പിന്നെ മനുഷ്യനെ പിടിവിട്ട് നിൽക്കുമ്പോഴാണ്. ഓ, മതിയായി. അടുത്ത മഴക്കാലത്തിന് മുമ്പേ പെട്ട വിലക്കെങ്കിലും അങ്ങനെ സ്ഥലം കൊടുത്ത് കെട്ടുപറക്കാൻ നോക്കണില്ലേ? ഞാൻ എന്തെങ്കിലും ചെയ്തു കളയും.
വെള്ളക്കെട്ടില്ലാത്തപ്പോഴാണെ തന്നെ ഒരു ഓട്ടോറിക്ഷ കേറുവോ? ആർക്കെങ്കിലും വല്ല അത്യന്തം വന്ന ആശുപത്രി പോകാൻ ഒന്ന് റോട്ടിലേക്കെങ്കിലും എത്തിക്കണ്ടേ? നിങ്ങ ഇല്ലാത്തപ്പോഴാണ് ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ? വെള്ളക്കെട്ടില്ലേ പൊറുതിയും. ഓ, പോരാഞ്ഞിട്ട് കാലത്ത് കക്കൂസയുടെ മുമ്പിലുള്ള ഈ നാണം കെട്ട കാത്തുനിപ്പും. ഇത്രയല്ലേ ഉള്ളു. അപ്പൊ ആ കസ്തൂരിയുടെ കാര്യം ഗാന്ധിജി ചൂലെടുത്ത് കൊടുത്തില്ലേ കണ്ട കക്കൂസൊക്കെ നിരത്തി പിടിച്ച് കഴുകാൻ? ഞാൻ അങ്ങനെ വല്ലതും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഞാനൊരു ശോചനാലയം കണ്ടെത്തി എല്ലാവരും അതിലേക്ക് നയിച്ച്. അതൊരു കുറ്റമാണോ? ദേ അമ്മ ഫസ്റ്റായി. അപ്പൊ എന്റെ കസ്തൂർബ ഇവിടെ നില്ല്, ഞാൻ കയറട്ടേട്ടാ. ഓ, ആശ്വാസായി. നിനക്ക് തോന്നണില്ലേടി ബിന്ദു? ഓ, തോന്നുന്നുണ്ട്. കെട്ടി തൂങ്ങി ചാവാൻ. കൃഷ്ണണിച്ചോട്ടോ ഒരു സ്ട്രോങ്. എടാ എന്ത് പരവാ ഇത്? ബെല്ലും ബ്രേക്കും ഇല്ലാതെ കട പൊളിച്ചാണല്ല. മഴയത്തുനിന്ന് ഓടിക്കേറിയതല്ലേ? കലകലക്കം മഴയാണ് കേട്ടാ. താമരശ്ശേരിക്കാർക്ക് തേക്കിന്റെ കൊമ്പറക്കണമെന്ന് പറഞ്ഞിട്ട് എന്നതാണ്. പറ്റണ്ടേ? മരത്തെ തൊട്ടാ വഴുക്കും. എന്താണ് മഴ? എടാ അപ്പ ആട്ട സൈക്കിൾ കടയുടെ മുന്നിൽ തന്നെ സ്ഥാപിക്കല്ലേ? അതും വൈകുന്നേരം 4 കട കയറാൻ നേരത്ത്. കൃഷ്ണുണ്ണിച്ചേട്ടന്റെ ഈ തട്ടുകിടക്കി ഇത് നല്ല മാച്ചാണ്. എന്നാലും മാറ്റിയേക്കാം. തല കുറച്ചും വെള്ളം തെറിപ്പിക്കാതെ നീ അവിടെ നിന്നാ ചായ ഞാൻ അവിടെ തരാ. കേറിയ അകത്ത് മുഴുവൻ വെള്ളവും. ഓ, ചായ മറിക്കാതതാ. മറിക്കണില്ല. ജയപ്പാ, നിന്റെ പുരേടം ഇപ്പൊ നീന്തൽക്കുളായി കാണല്ല. ഉറപ്പല്ലേ? വരണ കാണാൻ. ഞാൻ കത്തിച്ചു വിടുന്നതിന്റെ കാര്യം അതല്ലേ. ചങ്ങാടവർക്കാൻ ചക്കനോടെ കാത്തിരിക്കണേ. ആ വെള്ളക്കെട്ടി കിടന്ന് ചാവേണ്ട വല്ല കാര്യം ഉണ്ടോ നിനക്ക്? നീ ഇത് കൊടുക്കാന്ന് വെച്ചാ കിഴക്കാപ്പുറത്ത് നല്ല കണ്ണായ സ്ഥലം ഈ കൃഷ്ണനുണ്ണി നിനക്ക് ഇടപാടാക്കി തരും. പിന്നെ നിനക്കൊരു കാര്യം അറിയാവോ? കല്യാട്ടദേവി മച്ചാട്ടമ്പലത്തിലേക്ക് വെള്ളിയാഴ്ച തോറും പാതിരാത്രിയിൽ തേർ സഞ്ചാരം നടത്തുന്ന വീതിയിലാണ് നിന്റെ പുര. ആ ദേവിക്ക് തടസ്സവാ നിന്റെ വാസം. മാറിക്കൊടുക്കാതെ നീയൊന്നും രക്ഷപ്പെടില്ല. സംഗതി ശരിയാണ് കൃഷ്ണുണ്ണിച്ചേട്ടാ. കഴിഞ്ഞ വെള്ളിയാഴ്ച നട്ടപ്പാതിര തേരോട്ടമാണ്. ഞങ്ങളുടെ വീടെത്തിയപ്പോ വീല് വെടി തീർന്നു. ഞാൻ വേഗം പഞ്ചറൊട്ടിച്ചു കൊടുത്തു. 36 കെട്ടിയൊരു പിടുത്തം. നിനക്ക് പറ്റാത്ത പണിയില്ലല്ലാടാ, നീ മുത്താണ്ടാ, നീ ഇവിടെ തന്നെ ഉണ്ടാവണോട്ടാവ്. അപ്പൊ ഞാൻ ഈ റൂട്ട് തടസ്സത്തിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ പറയണേ, അതിപ്പോ ഞാൻ അവിടെ എത്തുമ്പോ ലെഫ്റ്റാ റൈറ്റാ ഓടിച്ചു പോയാ മതിയില്ലാന്ന്. എന്തല്ലേ കൃഷ്ണുണ്ണിച്ചേട്ടാ, മനുഷ്യര് നമ്മളടുത്ത് അഡ്ജസ്റ്റ് ചെയ്യണില്ലേ? എന്തു വേണ്ട ദൈവങ്ങള്, അവർക്കൊരു ഭാവമില്ല. നീ ചായയുടെ കാശ് വെച്ചിട്ട് വേഗം സ്ഥലം വിട്ടെ. ഞാനിങ്ങനെ പറഞ്ഞെന്ന് തങ്കമ്പിള്ളാടും ശാരദാമ്മയോടും പറഞ്ഞേക്കല്ലേട്ടാ. പാവങ്ങൾ അറ്റാക്ക് വന്ന് ചത്തുപോയി. അടിപ്പം മഴ പെയ്യട്ടല്ല പെയ്യട്ടെ, ഇനിയും വെട്ടിപ്പെയ്യട്ടെ. ചേട്ടാ വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ. ചെമ്പത്തെ കാര്യമുള്ളതാണ്. ഏട്ടാ വഴിപ്പോഴല്ല ഒരു പ്രാരി പോണു. വെക്കം ചെല്ല് വട്ടവല അവിടെ റെഡിയാണ്. ആഹാ, സൈക്കിൾ വെക്കണ സ്ഥലം പട്ടികൾ ഗസ്റ്റ് ഹൗസ് ആക്കിയ. 1 2 3 4 5 6 5 അമ്മോ 7 എണ്ണം. വാടിക്കാൻ നോക്കിയാൽ കഴിയും പറ്റും. നായ്ക്കളെ വേദനിപ്പിക്കണമെന്നും പറഞ്ഞ് ചിലപ്പോ കേസും വരും. നയത്തി പറഞ്ഞു നോക്കാം.
സുഹൃത്തുക്കളെ, ഈ കടവരാന്തയില് അല്പസ്ഥലം ഈ പാട്ട സൈക്കിളിന് അനുവദിച്ചാലും അടിയം പതിവായി വണ്ടി വെക്കണ സ്ഥലമാണെന്ന് കൂടി പറഞ്ഞുകൊള്ളട്ടെ. തരൂല്ലേ? തരുവോ? താടപട്ടി. അയ്യോ, ഓക്കെ ഓക്കെ. നിങ്ങ ആരാങ്കരോ ഞങ്ങ അനുഭവിച്ചോളാ. കുന്തം വണ്ടി മഴ കൊണ്ടാലും വേണ്ടില്ല. സുനകാധിപത്യം നീളാവാഴട്ടെ. മുത്തിന് വെള്ളമായല്ല. ശാരദ കുഞ്ഞമ്മയുടെ ജനാലക്കണ്ണ് വെട്ടിച്ച് തോട്ടിലേക്ക് വെള്ളം കുത്തിയില്ല എന്ന് പുഴയും. എന്താണ് ബിന്ദു കൊച്ചിനെ തോളത്തിട്ട് ഓടി വരണേ? എടി, എന്ത് പറ്റി? ഞാനങ്ങോട്ട് കൊച്ചു മരുന്ന് മാറി കഴിച്ചു കേട്ടാ. ഗുളിക. അയ്യോ, ഒന്നും മിണ്ടാണ്ട് കണ്ണ് കണ്ട് മേലോട്ടാക്കി വാടത്തുറന്ന് കിടക്കണ പറയാണ്ട് കൊച്ചിനെങ്ങാടി. അയ്യോ, അച്ഛന്റെ തോളത്ത് കിടന്നോട്ടാ. വേഗം കൊണ്ടുപോ ചേട്ടാ. കൊച്ചിനെ തോളത്തിട്ട് ഓടി എപ്പ എത്തിക്കാനാണ് ദേവി? അയ്യോ, ആരെങ്കിലും വരണേ. അമ്മേ, വരാണ്ട് തന്നെ നിക്കണേ. വെള്ളത്തിലിറങ്ങല്ലേ. എന്നെ നോക്കണ്ട, കൊച്ചിനിറക്ക ആശുപത്രിയിൽ എത്തിക്ക്. എന്റെ മച്ചാട്ടമ്മേ, എന്റെ പ്രാണൻ എടുത്തോ. എന്നാലും ഞങ്ങടെ കൊച്ചിനെ കൊണ്ടുപോവല്ലേ. കുര്യാക്കോസിന്റെ ആരെങ്കിലും വന്നോ? എത്ര നേരമായി വിളിക്കുന്നു? ഞങ്ങളുടെ മോൻ കുര്യാക്കോസ് മരിച്ച കാര്യം ആരോട് പറയാനാ? നാശം. ഇനിയിപ്പോ കുര്യാക്കോസിനോട് തന്നെ പറയില്ലേ? അവർക്ക് വിവരം പറഞ്ഞൂടെ? കൊച്ചിനകത്താട്ട് കൊണ്ടുപോയിട്ട് എത്ര നേരമായി? ആ മുടിഞ്ഞ സ്ഥലത്തുനിന്ന് മാറാന്ന് ഞാൻ എന്തോരം പറഞ്ഞു. ആര് കേക്കാൻ? വല്ല വണ്ടിയും കിട്ടുന്നിടത്തായിരുന്നെങ്കിൽ കൊച്ചിനെ എപ്പോഴും എവിടെ എത്തിക്കായിരുന്നു. നീ എന്നെ ഇങ്ങനെ കുത്തല്ല ബിന്ദു. ആ കൊച്ചിന്റെ ആരാളെ? ഞങ്ങളെ നേഴ്സ്. എന്താണ്? എന്റെ മോൻ കണ്ണു തുറന്നാ നേഴ്സ്. കൊച്ചിന്റെ അച്ഛൻ മാത്രം അകത്തേക്ക് വാ. ചേച്ചി അവിടെ ഇരിക്കും. എന്താ നേഴ്സ്? ഡോക്ടർ പറയും. എന്റെ ദേവി, നീ ഇവിടെ ഇരിക്ക്. ഞാൻ ചെന്നിട്ട് വരാ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ. ജയേട്ടാ, നമ്മുടെ മോൻ രക്ഷപ്പെട്ടടി. ഡോക്ടർ പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല, ട്രിപ്പ് കഴിയുമ്പോ കൊണ്ടുപോകുന്നു. എന്റെ ദേവി. അമ്മേ, നമ്മമ്മയുടെ വീട്ടിലേക്ക് പോകണ? നമ്മ മാത്രല്ല, അച്ഛനോ അച്ഛമ്മയും വരോ? നമ്മളിനി ഇങ്ങോട്ട് വരൂലേ? ഞാൻ ഗുളിക മാറി കഴിച്ചോണ്ടാണ്. സത്യമായിട്ടും ഇനി ഞാനിങ്ങനെ ചെയ്യൂല. നീ വാ, അച്ഛമ്മയോട് യാത്ര ചോദിക്ക്. അച്ഛമ്മയുടെ മുത്ത് ഇങ്ങോട്ട് വാ. മഴക്കാലം കഴിയുമ്പോഴെങ്കിലും അച്ഛമ്മനെ കാണാൻ വരുമോ? കണ്ണാ, ചെരുപ്പ് കയ്യിൽ പിടിച്ച റോട്ടിൽ ചെന്നിട്ടിടാ. എടാ ജയപ്പ, ഒന്ന് പറയടാ. മഴ താഴ്ന്ന് വെള്ളം ഇനി ഇറങ്ങിയ ഉള്ളെന്ന ഒന്ന് അവളോട് പറയടാ നീ. ജയേട്ടാ, അവസാനായിട്ട് ഒന്നുകൂടെ ചോദിക്കാണ്. അമ്മയും കുട്ടി നിങ്ങക്ക് വന്നൂടെ? അവിടെ ഉള്ള സ്ഥലത്ത് എല്ലാവർക്കും കൂടി കഴിയാലോ. ഇത് നല്ല വിലക്ക് വിൽക്കാൻ പറ്റുമ്പോ വിറ്റോന്ന്. ഉള്ള മണ്ണ് വിട്ട് ബന്ധു വീട്ടിൽ കഴിഞ്ഞുകൂടാൻ എന്നെ കിട്ടൂല. ഈ വെള്ളക്കുഴി കിടന്ന് ചാവാൻ എന്നെ. ദൈവാധീനത്തിൽ ഇന്നലെ കൊച്ചു രക്ഷപ്പെട്ട് പോണു. അച്ഛാ, അച്ഛനും വാ അച്ഛാ. ആടെങ്ങാട് ബിന്ദു, എടീ,
നീ വെള്ളത്തിന് പ്രായിക്കൊണ്ടല്ലേ പോണത്. എന്താ നോക്ക്, ഞാനിത് കുടിക്കാണ്. അയ്യേ അമ്മേടെ അച്ഛനാ വെള്ളം കുടിക്കണത്. പ്രാന്താണോ മനുഷ്യന്? നീ വാ. കുടിക്കോടി, എനിക്കത് തീർത്താണ്. എന്റെ മോന്റെ ജീവൻ രക്ഷിച്ചതേ ഈ വെള്ളമാടി, ഈ അന്തവെള്ളം. ഡോക്ടറെ നകത്താക്കി വിളിച്ചിട്ട് പറഞ്ഞെന്താണെന്നറിയാമോ നിനക്ക്? അതൊന്നും പറയാൻ നീ ചെവിതെന്നാ കാലത്തെ മോറും വീട്ടിച്ച് കെട്ടുനിൽക്കാൻ തുടങ്ങിയതല്ലാതെ. ആ വരൂ. ആ കുട്ടിയുടെ അച്ഛനാണല്ലേ? താൻ എങ്ങനെ ഈ കൊച്ചിനെ ഇങ്ങോട്ട് എത്തിച്ചത്? വല്ല ഓട്ടോയിലും കയറ്റിയായിരിക്കും അല്ലേ? ഞങ്ങളുടെ വീട്ടിലേക്ക് അതുപോലും കേറില്ല ഡോക്ടർ. അതുകൊണ്ട് ഞാൻ എന്റെ തോളത്തിട്ട് മുട്ടാളം വെള്ളത്തിൽ ചാടിക്കിടന്നാണ് എത്തിച്ചത്. എനിക്കതേ പറ്റുള്ളൂ എന്റെ മോനെ. നിർത്ത്. ഞാൻ പറയുന്നതൊന്ന് കേക്ക്. വണ്ടി പിടിച്ചൊന്നും കൊണ്ടുവരാഞ്ഞതേ നന്നായിടും. താനെങ്ങനെ വെള്ളമെടുത്ത് ചാടിയും ഓടിയും വന്നതുകൊണ്ടാവും കുട്ടിയുടെ വയറ്റിലേക്ക് പോയത് അപ്പാടെ ഛർദിച്ചു പോയി. താനൊന്ന് തിരിഞ്ഞേ. കണ്ടോ എല്ലാം തന്റെ പുറത്തുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല. മറിച്ചായിരുന്നെങ്കിൽ ചിലപ്പോ. അമ്മേതേ അമ്മയുടെ കയ്യിൽ നിന്ന് ബാഗ് വെള്ളത്തിൽ വീണ്. മനസ്സിലായ? ഇനി നീ കൊച്ചിനെ കൊണ്ട് പോണപ്പോ പക്ഷേ ഈ വെള്ളത്തിനെ പഠിക്കരുത്. അമ്പലക്കടം നിറഞ്ഞു കഴിഞ്ഞു വന്നത് വെള്ളമല്ലടി, അനുഗ്രഹമാണ്. അനുഗ്രഹം. സാരമില്ല. അച്ഛമ്മേ ഇവര് കൂട്ടായി രണ്ടും ദേ കെട്ടിപ്പിടിച്ച് നിക്കണേ. ഞങ്ങ ഓടില്ലാതെ. ബിന്ദു, ചില ദുരിതങ്ങളുള്ളത് ചിലപ്പോ നല്ലതിനായിരിക്കും മോളെ. ഹലോ ശാരദാമ്മേ. ഹലോ ശാരദാമ്മയാണോ? അതെ. കേട്ടോ ശാരദാമ്മേ ന്യൂസ്? ആ വെള്ളക്കെട്ട് കാരണമാണ് കൊച്ചി രക്ഷപ്പെട്ടതെന്ന്. ഞാൻ ഇന്ന് തന്നെ റോഡിൽ നിന്നേ വെള്ളം കാനയിലേക്ക് തിരിച്ചുവിടാൻ ആളെ ഏർപ്പാടാക്കുക. ആഹാ, അവറ്റകളുടെ ചങ്ങാടം കെട്ടിയുള്ള കളിയും മീൻപിടുത്തവും ഉല്ലാസവും ഒക്കെ ഇനിയൊന്ന് കാണണമല്ലോ. പെയ്ത്ത് വെള്ളം ഇനി ഒരു തുള്ളി ഞാൻ ആ കുപ്പമാടം കാണിക്കില്ല. അല്ല പിന്നെ. എന്താ ഒരു ശബ്ദം? അതാ ജനാല കാറ്റത്തടഞ്ഞതാ. സോക്രട്ടീസ് കെ വാലത്ത് എഴുതിയ നാടകം ജനാല സമാപിക്കുന്നു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: നിധീരിക്കൽ പങ്കൻപിള്ള, MD രാജേന്ദ്രൻ; ഭാര്യ കല്യാണി ടീച്ചർ, GK ഗീത; പുളിമഠത്തിൽ ശാരദാമ്മ, C രമാദേവി; ശാരദാമ്മയുടെ മരുമകൾ സീമ, കൃപ; ജയപ്പൻ, ശ്രീമൂലനഗരം പൊന്നൻ; ജയപ്പന്റെ ഭാര്യ ബിന്ദു, സിന്ധു T ഗംഗാധരൻ; ജയപ്പന്റെ മകൻ കണ്ണൻ, ബൻഹർ വാലത്ത്; ജയപ്പന്റെ അമ്മ കാളിക്കുട്ടി, K ദിവ്യ; ചായക്കടക്കാരൻ കൃഷ്ണനുണ്ണി, VKK രമേഷ്; ഡോക്ടർ ഹരീഷ് ബാൽ; നഴ്സ് ഉത്തര; വഴിപ്പോക്കൻ സോക്രട്ടീസ് കെ വാലത്ത്; സംവിധാനം KR ചാർലി; സഹകരണം AE വാമനൻ നമ്പൂതിരി; രോഷ്നി അർപ്പണ; മെജോ രാജേഷ് വിശ്വംഭരൻ; നിർവഹണം S നാരായണൻ നമ്പൂതിരി; അവതരണം ആകാശവാണി തൃശൂർ നിലയം. ആട് പെണ്ണേ ആട് പെണ്ണേ മുടിയാടിക്കളിക്കേടി, ആട് പെണ്ണേ ആട് പെണ്ണേ മുടിയാടിക്കളിക്കേടി, തക
തകതിതക തകതിതകതിതാര തകതിതക തകതിതക തകതിതകതിതാര